ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റെയിൽവേ പാലത്തിൻ്റെ ചോട്ടിലാണ്. ഞങ്ങൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാനാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് പോകുമ്പോൾ അതിന് പോകുന്നിടത്തേക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പരുത്തൂർ പാലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നെൽപ്പാടമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അധികം ഇതായി കഴിഞ്ഞാൽ എന്നാലും അവിടെ നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിമായി. അത് റെയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കാണണ്ടോന്ന് അറിയില്ല. അപ്പോൾ കേസ് ഇവിടെയായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാരെ പാലം റെയിൽവേ പാലം ഉണ്ടായിരുന്നത്. ആ സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ പുല്ലൊക്കെ പൊന്തി ഇതായിക്കണ്. ട്രാക്കൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് അയക്കണ്. മണ്ണിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത്. പുല്ലൊക്കെ പൊന്തി ഇതായിക്കാണ്. ആകാശത്തിൽ കൂടെ ഉണ്ടോ റോക്കറ്റൊക്കെ പോണ്. ഇതൊരു കാഴ്ച. ഇപ്പം നല്ലൊരു വെയിലുള്ളൊരു സമയമാണ്. പക്ഷെ കുറച്ച് മഴക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. കാണണ്ടോന്ന് അറിയില്ല. ഒരു 4 മണി 4 സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഈ ഭാഗത്തുള്ളവരൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിരിക്കാറൊക്കെ ഉണ്ട്. പിന്നെ റെയിൽവേ പാലമൊക്കെ ഉണ്ടാക്കി ന്യൂസൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണാത്തവരത് പോയി കാണുക. അപ്പോൾ നല്ലൊരു പ്രകൃതിപരമായ സ്ഥലം തന്നെയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും ഒക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. അപ്പോൾ ദൂതപ്പുഴയുടെ അവിടെയാണ് റെയിൽവേ പാലത്തിൻ്റെ ഒക്കെ ആ ഭാഗത്താണ് ഉള്ളത്. ഇവിടെ ചെറിയൊരു പാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു തരാനാണ് നിങ്ങൾക്ക്. നല്ല മനോഹരമായ സ്ഥലം തന്നെയാണ് ഇവിടെ. നല്ല മനോഹരം. അപ്പോൾ ഇതാണ് ആ പാലം. പാലമാണ് അപ്പോൾ ഈ കാണുന്നത്. ഇതാണ് പാലം. പക്ഷേ റെയിൽവേ പാലത്തിൻ്റെ ഒരു ഇതായിരുന്നു. ബ്രിട്ടീഷുകാരെ നിർമ്മിച്ചൊരു പാലത്തിൻ്റെ ഒരു പാലാണ്. അപ്പോൾ ഇവിടെ വെള്ളമാണ് ഈ കാണുന്നത്. മഴ പെയ്താൽ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവലുണ്ട്. ഈ ഭാഗത്തൊക്കെ നിറച്ച് വെള്ളങ്ങളൊക്കെ വന്ന് നിറയാറുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്. നല്ല മനോഹരമായ സ്ഥലം തന്നെയാണ് ഇവിടെ. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ. നല്ല കാറ്റും എല്ലൊക്കെ ഉണ്ടാവും. വന്നിരിക്കുമ്പോൾ നല്ല തണുപ്പ് ഇതൊക്കെ ഉണ്ടാവും. നല്ലൊരു ഏരിയ തന്നെയാണ്. പരുത്തൂർ പാലത്തിൻ്റെ ഒരു കാഴ്ച തന്നെയാണ്. ഈ കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത്. പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ഈ സ്ഥലം ഉള്ളത്. കരിയണ്ണൂർ ആ ഭാഗത്താണ്. കരിയണ്ണൂർ എംബ്ലിയം ആ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. നല്ല കാറ്റാണ്. നല്ല തണുപ്പുള്ള കാറ്റ് വീശുമ്പോൾ തന്നെ ഇലകളൊക്കെ ആടുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ തന്നെ.
ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇവിടെ നല്ലൊരു പ്രകൃതിപരമായിട്ടുള്ള ഇത് തന്നെയാണ്. ഒന്ന് കാണണം എന്നാൽ തന്നെ ഉള്ളൂ നല്ലൊരു ഭംഗിയാണ്. 4 മണി സമയത്തൊക്കെ വന്നിരിക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇവിടുത്തെ റെയിലുണ്ട്, ട്രെയിൻ പോണ റെയിലുണ്ട്. ഇതിൽ കൂടെ ആദ്യം വയർ റെയിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ആണ്, ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സ്ഥലമൊക്കെയാണ്. അപ്പോൾ നല്ലൊരു പ്രകൃതിപരമായിട്ടുള്ള തന്നെയാണ്. നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗി തന്നെയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിൻ്റെ കമൻറ്റ് എന്തായാലും അറിയിക്കുക. ഞാനിവിടെ കാണാൻ നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗി. എങ്ങനെയുണ്ട് ഇവിടെ കാണാൻ? അടിപൊളി. അതിന് മുന്നേ കുറേ പ്രാവശ്യം ഇവിടെ വന്നു. നല്ല ഭംഗി ഈ സ്ഥലമൊക്കെ കാണാൻ. ഈ മഴക്കാലത്ത് ഇവിടെ വരണം, എന്നാലേ അതിൻ്റെ ഭംഗി അറിയുന്നു. ഇതുണ്ടോ പന? ഇപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അധികം അങ്ങനെ കാണാനില്ല ഈ സ്ഥലത്തൊന്നും. എന്താ നല്ലൊരു ഇത് തോന്നി, കുളിർ തോന്നി. വന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമാവും. ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ റെയിൽവേ പാലമുണ്ട് അപ്പുറത്ത്. ഇരുമ്പിളിയും പാലക്കാട് വന്നിക്കുന്ന ഇരുമ്പിളിയും കരയണ്ണൂർ വന്നിക്കുന്നൊരു പാലമുണ്ടായിരുന്നു. മലപ്പുറം പാലക്കാട് വന്നിക്കുന്നൊരു റെയിൽവേ പാലമുണ്ട് ഇവിടെ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി കാണുക, കാണാത്തവർ പോയി കാണുക. എൻ്റെ ചാനൽ തന്നെ, അപ്പോൾ അതൊക്കെ പോയി കാണുക. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വഴി ഇതിൽ കൂടെയാണ് ഇപ്പം ഞങ്ങൾ വന്നത്. നല്ലൊരു സ്ഥലം തന്നെയാണ്. പച്ചപ്പ് നിറഞ്ഞ നല്ല കുളിർ തോന്നുന്ന തന്നെയാണ് ഇവിടെ വന്നിരുന്നാൽ. ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇത് കുറച്ച് അങ്ങോട്ട് പോയാൽ ഒരു പുഴയുടെ ഇതൊക്കെയാണ് കാണുക. ഇത് കാമുന്തോട്ടവും ഒക്കെ ഉണ്ട്. നല്ലൊരു പ്രകൃതിപരമായിട്ടുള്ള തന്നെയാണ്. എടുത്തിട്ട് പറയേണ്ടതിന് പ്രകൃതിപരമായിട്ടുള്ളതെന്ന്. അപ്പോൾ ആൾക്കാരൊക്കെ മരങ്ങളൊക്കെ നട്ട് നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മരങ്ങൾ കാണുമ്പോൾ തന്നെ നല്ലൊരു കുളിരാണ്.